സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തക്കാളിയുടെ വില 100 രൂപയോടടുക്കുകയാണ്. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് വിലക്കയറ്റം. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, തക്കാളി അടക്കമുള്ളവയ്ക്കൊക്കെ വില കുതിച്ചുയരുകയാണോ? എന്തൊക്കെയാണ് കമ്പോളത്തിലെ വില നിലവാരം? വിശദാംശങ്ങൾ എന്താണ്? വേണു, ഈ സംസ്ഥാനത്ത് ഈ പച്ചക്കറിയുടെ വില അത് ഇങ്ങനെ കുതിച്ചുയരുകയാണെന്ന് വേണം പറയാൻ. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തക്കാളി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ഇത്തരത്തിൽ 35-40 രൂപയ്ക്കും ഒക്കെ വിറ്റതാണ്. അത് പിന്നീട് 60-70 ഒക്കെ ആയി. ഇപ്പോൾ അത് 80 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ പച്ചക്കറി വില 100 രൂപയിലേക്ക്, അതായത് തക്കാളി വില 100 രൂപയിലേക്ക് കടക്കും എന്നുള്ളതാണ്. തക്കാളി മാത്രമല്ല, മറ്റു പല പച്ചക്കറികൾക്കും, ബീൻസും വെള്ളരിയും, അങ്ങനെ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾക്കൊക്കെയും വില കൂടുന്നു എന്നുള്ളതാണ്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കച്ചവടക്കാരൊക്കെ പറയുന്നത് ഈ തമിഴ്നാട്ടിലെ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ആ മഴയിലുണ്ടാകുന്ന വെള്ളം, അതിൽ ഈ ഉൽപാദനം കൂടുന്നുണ്ടെങ്കിലും ഈ സാധനങ്ങൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവർക്കത് ഹോൾസെയിൽ പ്രൈസിന് അവർ മൊത്ത വിൽപ്പനയിൽ അത് വില കൂട്ടിയാണ് അവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചില്ലറ വിൽപ്പനയിൽ അവർക്ക് വില കൂട്ടി വിൽറ്റാൽ മാത്രമേ ലാഭം ഉണ്ടാകൂ എന്നുള്ളതാണ്. എന്തായാലും ഈ കച്ചവടക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ചേട്ടാ ഇതിന്റെ വില നിലവാരം? വില ഇത്ര വളരെ കൂടുതലാണ്. അതായത് സാധാരണ വിലയും കാട്ടി 3 മടങ്ങ് വില കൂടുതലാണ്. ഇപ്പോൾ ഓരോ ബീൻസും, തക്കാളി, നിത്യോപയോഗമായ സാധനങ്ങൾ എല്ലാത്തിൻ്റെയും, അതായത് മൈസൂർ എന്ന് പറഞ്ഞ ലോഡ്, അതായത് സ്വപ്പ ദൂരം എന്ന് പറഞ്ഞ എല്ലാ ലോഡിൻ്റെയും വില ഒന്നിനായിട്ട് 3 മടങ്ങായിട്ട് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അതായത് സാധാരണ ജനങ്ങൾക്ക് 10-20 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാൻ പറഞ്ഞവർ ഇപ്പോൾ 50 രൂപയ്ക്ക് 80 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഇല്ല. എൻ്റെ ഇടയ്ക്ക് കാലാവസ്ഥയുടെ ഇതും വെള്ളപ്പൊക്കവും കാരണം, പല കാരണങ്ങളും കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന സാധനത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ചോദിച്ചിരുന്നാലും അവിടെ ഇതേ വിലയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത്. സാധനങ്ങൾ എടുത്തിട്ട് അന്നൊന്ന് വിൽക്കാൻ കഴിയുന്നില്ല. ഈ വില കൂടിയ കാരണം കൊണ്ട് ആളുകൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റുന്നില്ല. വേണു, അത്തരത്തിലാണ്. അതായത് ഈ പച്ചക്കറികൾക്ക് മാത്രമല്ല, ഈ പഴങ്ങൾക്കും ആ രീതിയിൽ വില കൂടുന്നു എന്നുള്ളതാണ് ഈ കമ്പോള നിലവാരം. ഈ വിപണി വില അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളൊന്നും സർക്കാർ ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതും ഒരു ദുഃഖകരമായ കാര്യമാണെന്നുള്ളതാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് ഈ പച്ചക്കറി വില അല്ലെങ്കിൽ പഴത്തിൻ്റെയൊക്കെ വില ഇങ്ങനെ കുതിച്ചുയരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചാല മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ രീതിയിൽ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ എത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇന്ന് ആളുകൾ കുറവാകുന്നു. ചേട്ടാ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വില നിലവാരമൊക്കെ? പച്ചക്കറി വില കൂടുന്നുണ്ടോ? വില കൂടുതലും കുറവുണ്ട്. കൂടുതലുള്ള സാധനങ്ങൾ തക്കാളി, അങ്ങനെ ഇഞ്ചി ആയിട്ടൊക്കെ ഉള്ളു. ബാക്കിയൊക്കെ വില കുറവ് തന്നെ, മീഡിയം വില തന്നെ, വില കുറവുണ്ട്. വേണു, അത്തരത്തിലാണ്. പക്ഷെ ഇത്തരത്തിൽ പറയുന്നത് പോലെ തന്നെ ഈ ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ തക്കാളി ഉൾപ്പെടെ 100 രൂപയിലൊക്കെ കടക്കും എന്നുള്ളതാണ് കച്ചവടക്കാർ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ കുടുംബ ബജറ്റ് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ വളരെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നുമുള്ള തമിഴ്നാട്, ഹോസ്ദുർഗ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് ഈ പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് എത്തുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കാരണം ഇത്തരത്തിൽ അവർക്ക് മൊത്ത വിൽപ്പനയ്ക്ക് വിൽക്കാൻ കഴിയുന്നില്ല. ഈ ബോക്സിന് തക്കാളി 2000 രൂപ, 2000 രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. അത് 80 രൂപയ്ക്കും 100 രൂപയ്ക്കും കൊടുത്താൽ ഇവർക്ക് മുതലാകൂ എന്നുള്ളതാണ് ഈ കച്ചവടക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പച്ചക്കറി വിലയും പഴത്തിൻ്റെ വിലയും ഒക്കെ ഇങ്ങനെ കുതിച്ചുയരുന്ന സമയത്ത് അത് എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ചേച്ചി, എങ്ങനെ പച്ചക്കറി വിലയൊക്കെ കൂടുന്നുണ്ടോ? പച്ചക്കറി വില അതല്ലേ കൂടണേലേ ഉള്ളൂ, കുറയണില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ഇതുപോലെ കമ്പം കൊണ്ടുവന്നിട്ട് ചോദിച്ചോണ്ട് പോകും. ഇതാ കണ്ട ചന്ത കണ്ട, മനുഷ്യർക്ക് കയറി നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നടക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ എന്തോന്ന് പറയാൻ മോനെ, എല്ലാം വില കൂടുതൽ തന്നെ, ഒന്നും വിലയില്ല. 500 രൂപ കൊണ്ട് കയറി ഇതാ പൈസ തീർന്ന മോനെ. എത്ര രൂപയായി? ഇതന്നെ ഉള്ളു. ഇനി എന്തോന്ന് പറയാൻ മോനെ, ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, ജീവിച്ച് ഒന്നും വാങ്ങിച്ച് തിന്നാനൊന്നും പറ്റിയൊന്നുമില്ല. പാവപ്പെട്ടവർക്ക് ഇതുപോലെ വയ്ക്കാനും പറ്റില്ല. എന്ത് ചെയ്യുക? റോഡിലൊക്കെ കിടക്കുന്ന മനുഷ്യനെ കണ്ടില്ലേ? വെള്ളമൊന്നും ഒരു ഓട്ടോക്കാരനതാ ഈ കാല് മുട്ടും എല്ലാം ഒടിഞ്ഞ് കമ്പിയിട്ടാണ് ഇവിടം വരെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവന്മാർ വരുന്നില്ല. പൈസയും വാങ്ങിച്ചിട്ട് ആളുകളെയും പറഞ്ഞു. ആ തരത്തിലാണ് ഈ പച്ചക്കറി വില കൂടുന്നത്. മാത്രമല്ല, ഈ മാർക്കറ്റിൽ മഴ പെയ്യുന്നത് കാരണം ഈ ചാല മാർക്കറ്റിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി ആളുകൾ പറയുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ എത്താൻ, പച്ചക്കറി വാങ്ങിക്കാനൊക്കെ പറ്റുന്ന ഒരു ആ തരത്തിലൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പച്ചക്കറി വില സംസ്ഥാനത്ത് കുതിച്ചുയരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വേണു, ശരി. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.